പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. പാൻ ചൂടാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ക്യാരറ്റ് പാനിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ നെയ്യും പഞ്ചസാരയും എല്ലാം കിടന്ന് ഈ ക്യാരറ്റ് നന്നായി ഒന്ന് സോട്ടായി കിട്ടണം. നല്ലപോലെ സോഫ്റ്റായി വന്നു. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല പഴുത്ത മാമ്പഴമാണ്. വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണ്. അതും 1 കപ്പാണ് വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ പഞ്ചസാര ഈ ഒരു എല്ലാത്തിലും മിക്സായി കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തത്. അതിലോട്ട് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, അല്പം പാലോ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് സാവധാനം ഒഴിച്ച് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ മറ്റു കൈ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി അടിക്ക് പിടിക്കും. വളരെ ചെറിയ തീയിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഫ്ലേവറിന് വാനില എസൻസ് ഒരു 1/4 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോൺഫ്ലവറിൻ്റെ ഒരു കുത്ത് ടേസ്റ്റ് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാം. പുഡിംഗ് ട്രേയിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ ക്യാരറ്റ് മിക്സ് ഒന്ന് നിരത്തി കൊടുത്തു. ആവശ്യത്തിന് കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും നമ്മളുടെ ഒരു ഐഡിയക്കനുസരിച്ച് ചെയ്യാം. വളരെ സിമ്പിളല്ലേ, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള ഒരു പുഡിങ്ങാണിത്. ഇനി ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഇല്ലെങ്കിലും അല്പം കോൺഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പീസായിട്ട് കട്ട് ചെയ്യാം, സ്കൂപ്പ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. വെറും 5 മിനിറ്റ് മതി നമുക്കിത് സെറ്റ് ചെയ്ത് കിട്ടും. ഞാൻ 2 ലെയറിൽ മാങ്ങ ക്യാരറ്റ് മിക്സും ഈ ഒരു കസ്റ്റാർഡും ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ നമ്മളെ ഒരു ഐഡിയക്കനുസരിച്ച് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിൽ ഡെക്കറേറ്റ് ചെയ്യണമെന്നില്ലെങ്കിൽ നമുക്കിത് കമഴ്ത്തിയിട്ട് അതൊന്ന് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്